TV പ്രസാദ്, ലേബി സജീന്ദ്രൻ, VS രഞ്ജിത്ത് മൂന്ന് പേരും പടയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സാധാരണ തെക്കൻ കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന് തയ്യാറായി TV പ്രസാദ് ഇപ്പോൾ പറയുമെന്ന മട്ടിൽ നിൽക്കുകയാണ്. ഞാൻ TV പ്രസാദിലേക്ക് അവസാനമാണ് വരുന്നത്. VS രഞ്ജിത്ത്, നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങാം. വടക്ക് പിടിച്ചാൽ കേരളം പിടിക്കാം. അത് UDF-നാണോ LDF-നാണോ ഈ കുറി കഴിയുക എന്നുള്ള ഒരു വടക്കൻ പാട്ടിന്റെ ചൂട് പിടിച്ച് നമ്മളങ്ങ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തവണത്തെ സാധ്യതകൾ? പൊതുവെ മലബാറിനോട് അവഗണന എന്നാണ് പറയുന്നത്. അപ്പം മലബാറിനെ പരിഗണിച്ചതിൽ നന്ദിയുണ്ട്. ഏതായാലും 7 മണ്ഡലങ്ങളുണ്ട് മലബാറിൽ. ഈ 7 എണ്ണത്തിൽ നിലവിൽ 7ഉം UDF-ന്റെ മണ്ഡലങ്ങളാണ്. നിലവിൽ എല്ലാ മണ്ഡലങ്ങളും UDF തന്നെയാണ്. പക്ഷേ ഇക്കുറി ഞാൻ 2 മണ്ഡലങ്ങൾ UDF-ന് തുടക്കത്തിൽ കൊടുക്കുകയാണ്. അത് മലപ്പുറത്തും വയനാട്ടിലുമാണ്. മലപ്പുറവും വയനാടും നമുക്ക് വലിയ മത്സരമുണ്ട് എന്നോ ഇടതുപക്ഷം വലിയ അട്ടിമറി നടത്തുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും അട്ടിമറി നടന്നാൽ അത് അത്ഭുതമായിരിക്കും. മറ്റ് 5 മണ്ഡലങ്ങളിലും UDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ LDF-ന് സാധിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പൊന്നാനി ഉൾപ്പെടെ. പൊന്നാനി ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ മണ്ഡലമാണ്, ലീഗിന്റെ കോട്ടയാണ്. ആ ലീഗിന്റെ കോട്ടയിൽ പോലും ഒരു വെല്ലുവിളി ഉയർത്താൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമസ്ത വോട്ടുകളിൽ ഇളക്കം തട്ടുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊന്നാനിയിൽ എന്തായിരിക്കും സമസ്തയിൽ ഇപ്പോഴുള്ള ഈ ഇടതനുഭാവം അത് വോട്ടായി പ്രതിഫലിക്കുമോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ലീഗുകാർക്ക് നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സമസ്തക്കാർ ഇത്തവണ അരിവാൾ ചുറ്റിയേക്ക് കുത്തുമോ എന്നൊരു ആകാംക്ഷ പൊന്നാനിയിൽ പോലുമുണ്ട്. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ MK രാഘവന്റെ തട്ടകമാണ്. 3 തവണ MK രാഘവൻ നേടിയ സ്ഥലമാണ്. തുടക്കത്തിൽ MK രാഘവന്റെ വലിയ ആധിപത്യം ഉണ്ടായിരുന്നു. അവിടെയും ഈ എളമരം കരീം വരുന്നു. AP വോട്ടുകൾ LDF-ന് അനുകൂലമാണെന്ന് അവർ പരസ്യമായി തന്നെ വ്യംഗ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സമസ്തയിലെ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ MK രാഘവൻ ഒരു അല്പം വെല്ലുവിളിയായി എളമരം കരീം മാറുന്നുണ്ട്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ പ്രതീതി കോഴിക്കോട്ടും എത്തുന്നു. അതുപോലെ കണ്ണൂരിലേക്ക് വന്നാൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് MV ജയരാജൻ KPCC പ്രസിഡന്റ് സുധാകരൻ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. KPCC പ്രസിഡന്റ് വളരെ ഈസി ആയിട്ട് ഒരു വോക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ് കണ്ണൂർ. KPCC പ്രസിഡന്റ് K സുധാകരൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ പിന്നെ മത്സരമില്ല എന്നൊക്കെ പറഞ്ഞിടത്തേക്ക് MV ജയരാജൻ നല്ല മത്സരം K സുധാകരന് അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തും കൊണ്ട് കണ്ണൂർ UDF പിടിച്ചെടുത്തു എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അവിടെയും NV ബാലകൃഷ്ണൻ ഒരു വലിയ വെല്ലുവിളി ഉണ്ണിത്താന് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മലബാറിലെ 7 നിലവിൽ UDF-ന്റെ മണ്ഡലങ്ങളിൽ 2 ഒഴികെ ബാക്കി 5 മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ഒരല്പം മേൽക്കൈ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന വടകര ഇപ്പോൾ പറയാണ്, വടകര K മുരളീധരന്റെ സ്ഥലമായിരുന്നു, മുല്ലപ്പള്ളിയൊക്കെ നേടിക്കൊടുത്തതാണ്. പക്ഷേ ഇടത് തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിയ ശൈല ടീച്ചർ, ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ശൈല ടീച്ചർ കനത്ത വെല്ലുവിളി UDF-ന് ഉയർത്തുന്നുണ്ട്. ആ മണ്ഡലത്തിൽ നമുക്കറിയാം സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു. വടകരയിലെ പോര് അവിടെ വലിയ രാഷ്ട്രീയ വിഷയത്തിന് അപ്പുറത്തേക്ക് കടന്ന് വ്യക്തിഹത്യകളിലേക്കൊക്കെ കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. 2 ക്യാമ്പുകളിലും അസ്വസ്ഥതയുണ്ട്. അണ്ടർ കറന്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ വടകരയിൽ മത്സരം ചൂടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മലബാറിലെ 7 മണ്ഡലങ്ങളിൽ 2 ഒഴികെ മറ്റ് 5 മണ്ഡലങ്ങളിലും കനത്ത മത്സരമാണ്. ഈ ഏപ്രിൽ 26-ന് അവിടെ ജനങ്ങൾ വിധി എഴുതും. പക്ഷേ ആ രാഷ്ട്രീയ സസ്പെൻസ് പൊളിക്കാൻ നമുക്ക് ഇനിയും കാത്തിരിക്കണം, ജൂൺ 4 വരെ കാത്തിരിക്കണം എന്നുള്ള ഒരു വിഷമം കൂടി അതിനകത്തുണ്ട്. സുജയ, ഓക്കെ, വിഷമിക്കേണ്ട. നമുക്ക് എന്തായാലും ഈ പൂരം അങ്ങ് പിടിക്കാം. പൂരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് TV പ്രസാദും ലേബി സജീന്ദ്രനും നമുക്കൊപ്പം. VS രഞ്ജിത്ത് തുടക്കമിട്ട് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പൂരത്തിന്. ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ തത്സമയ കവറേജിലൂടെ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ മുഴുവൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 3 പേർക്ക് പിന്നിൽ ഒരു പട തന്നെ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തെക്കൻ കേരളത്തിലേക്ക് പോകാം. മധ്യ കേരളം കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കട്ടെ. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ TV പ്രസാദ്, വടക്കൻ കേരളത്തിലെ പടയ്ക്കപ്പുറം പടപ്പുറപ്പാട് നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. നേതാക്കളെല്ലാം അവിടെ തുടങ്ങിയിട്ട് നേരെ വടക്കോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. തെക്കെങ്ങനെയുണ്ട് കാര്യങ്ങൾ? സുജയ, ഇത്തവണത്തെ പോരാട്ടം കനക്കും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇടതുമുന്നണിക്ക് കടുത്ത തിരിച്ചടി ഉണ്ടായി ആകെ ഒരേ ഒരു സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മാറ്റിപ്പിടിക്കാനുള്ള വലിയ മുന്നൊരുക്കമാണ് ഇടത് ക്യാമ്പിൽ നടക്കുന്നത്. അതുപോലെ UDF-ഉം ഒട്ടും പിറകിലല്ല. NDA ആണെങ്കിൽ പരമാവധി വോട്ടുകൾ പിടിക്കുമെന്നും ചില സീറ്റുകൾ പിടിച്ചടക്കുമെന്ന വാശിയിൽ തന്നെയാണുള്ളത്. അതിൽ പ്രധാനമായും ചില മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിലുമുണ്ട്. തെക്കൻ കേരളത്തിലെ ചിത്രമെടുത്താൽ നമുക്ക് തിരുവനന്തപുരവും ആറ്റിങ്ങലും കൊല്ലവും പത്തനംതിട്ടയും മാവേലിക്കര
മാവേലിക്കരയും ഒന്ന് പരാമർശിച്ചു പോകാം. തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂർ തന്നെ തുടരും എന്ന ഉറച്ച വിശ്വാസമാണ് UDF ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. അതിന് ശക്തമായ വെല്ലുവിളിയാണ് NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരും ഉയർത്തുന്നത്. ഒപ്പം നേരത്തെ MP ആയ പന്ന്യൻ രവീന്ദ്രൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ കൂടി രംഗത്തെത്തിയതോടെ തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഏതു ഭാഗത്തേക്കും ചായാം. ആദ്യഘട്ടങ്ങളിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒന്നുമില്ല എന്ന് മൂന്ന് നേതാക്കളും നമ്മളോട് തന്നെ പലതവണ സംസാരിച്ചിട്ടും ഏറ്റവും അവസാനം എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തി ഒടുവിൽ കേസ് വരെ വരുന്ന സ്ഥിതിയിലേക്ക് തിരുവനന്തപുരത്തെ കാര്യങ്ങളെത്തി. അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന, ഏറ്റവും സ്റ്റാർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ആറ്റിങ്ങലിലേക്ക് വന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആറ്റിങ്ങൽ അടൂർ പ്രകാശ് MP രാവിലെ പര്യടനം തുടങ്ങിയ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും മത്സരം അതുതന്നെയാണ്. കഴിഞ്ഞ തവണ വളരെ എളുപ്പത്തിലായിരുന്നു അടൂർ പ്രകാശ് ഇവിടെ വിജയിച്ച് കയറിയത്. ഇടതിന്റെ തേരോട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു ഇവിടെ അടൂർ പ്രകാശിന്റെ വിജയമെങ്കിൽ ഇത്തവണ സ്ഥിതി തിരിച്ചാണ്. അത്ര എളുപ്പമല്ല അടൂർ പ്രകാശിന് കാര്യം. കാരണം മികച്ച ഇലക്ഷൻ മാനേജർ കൂടിയായ, മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ അറിയുന്ന വി ജോയിയാണ്, CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്, വർക്കലയിലെ MLA കൂടിയായ വി ജോയിയാണ് എതിരായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന് ഒരുങ്ങിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായ വി മുരളീധരനും ഇവിടെ പട നയിക്കുന്നു. അങ്ങനെ ഇവിടെയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. പക്ഷേ ഏറ്റവും കടുത്ത മത്സരം നടക്കുന്നത് ഇവിടെ വി ജോയിയും അടൂർ പ്രകാശും തമ്മിലാണ്. ആര് ജയിക്കുമെന്ന് അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. കൊല്ലത്തും ശക്തമായ പോരാട്ടം, അത് പ്രേമചന്ദ്രനും മുകേഷും ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ കൂടുതൽ വോട്ട് നേടാൻ വേണ്ടി അവിടെ കൃഷ്ണകുമാറും മത്സരിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലാണെങ്കിൽ 3 പേരും ശക്തമായ പോരാട്ടം നടത്തുന്നു. ആലപ്പുഴയിൽ നിന്ന് തോമസ് ഐസക് നേരെ എത്തിയ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ ആന്റണിക്ക് മൂക്ക് കയറിടാനാണ് തോമസ് ഐസക് എത്തുന്നത്. AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് എത്തിയതിനു ശേഷം ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായി BJP ഇറക്കിയ അനിൽ ആന്റണി. അങ്ങനെ ശക്തമായ മത്സരം പത്തനംതിട്ടയിൽ നടക്കുന്നു. അതിനേക്കാളും വലിയ, എല്ലാവരും കാതോർക്കുന്ന ഒരു മത്സരമുള്ളത് മാവേലിക്കരയിലാണ്. വർഷങ്ങളായി തേരോട്ടം തുടരുന്ന കൊടിക്കുന്നിലിനെ ഇപ്രാവശ്യം തളയ്ക്കാൻ വേണ്ടി യുവ പോരാളിയായ CPIയുടെ നേതാവ് അരുൺകുമാറാണ് അവിടെ ഉള്ളത്. അതിശക്തമായ പോരാട്ടമാണ്. മണ്ഡലം ഇത്തവണ കിട്ടും എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് കൊടിക്കുന്നിലും പറയുന്നു. ഒപ്പം തന്നെ BDJSന്റെ ബൈജു കലാശാലയും അവിടെ ഉണ്ട്. ചുരുക്കത്തിൽ ഈ തെക്കൻ ജില്ലകളിലെ 5 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതിൽ തന്നെ അതിശക്തമായ പോരാട്ടം നടക്കുന്ന, അട്ടിമറികൾ ഉൾപ്പെടെ നടക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര കാത്തു തന്നെ അറിയണം. വെറും 30 മണിക്കൂറുകളാണ് ഇനിയിപ്പോൾ പരസ്യ പ്രചാരണം തീരാൻ ബാക്കിയുള്ളത്. സുജയ. ഓക്കെ, നമുക്ക് നേരെ മധ്യ കേരളത്തിലേക്ക് വരാം. ലേബി സജീന്ദ്രൻ, തെക്കും വടക്കും ആഞ്ഞു പിടിച്ചാലും മധ്യ കേരളത്തിന്റെ മനസ്സ് അത് മാറ്റിയില്ലെങ്കിൽ ഇടതിന് കരുത്ത് കൂട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. മധ്യ കേരളത്തിന്റെ മനസ്സ് UDFനൊപ്പമാണെന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം ഇക്കുറിയുണ്ടോ? കാര്യങ്ങൾ കുറച്ച് പന്തികേടിലാകുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടോ മധ്യ കേരളത്തിൽ, ലേബി? സുജയ, തീർച്ചയായും UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന മേഖലയാണ് മധ്യമേഖല. ഇവിടെ ഏകദേശം എല്ലാ മണ്ഡലങ്ങളും UDFനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ളതാണ് കാലാകാലങ്ങളായി. എന്നാൽ ഇടയ്ക്ക് മാറി ചവിറ്റിയിട്ടുമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ മധ്യ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം ഇക്കുറി തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികളും ഇക്കുറി ഒരുമിച്ച് ഒരേ ആവേശത്തോടെ വീറോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് തുടക്കം മുതലുള്ളത്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴും തൃശ്ശൂർ ആവേശത്തിൽ ഏറ്റവും മുന്നിലുള്ള മണ്ഡലം എന്ന് തന്നെ പറയാൻ സാധിക്കും. K മുരളീധരൻ UDFന്റെ ഉറച്ച വളരെ ബലമുള്ള സ്ഥാനാർത്ഥി, മുന്നോട്ട് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി, തലയെടുപ്പുള്ള സ്ഥാനാർത്ഥി. VS സുനിൽകുമാർ ആകട്ടെ ഇതുപോലെ തന്നെ ഇടതിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി, CPIയുടെ ഒരു ജനകീയ മുഖം. ഒപ്പം തന്നെ സുരേഷ് ഗോപി ഇവരിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി വേറൊരു ഒരു തരംഗമുണ്ടാക്കി വേറെ രീതിയിൽ പ്രചാരണ രീതികളുമായി മുന്നോട്ട് പോകുന്നു. ഇവരിൽ ആര് മുന്നിലെത്തും എന്നുള്ള വലിയ ആകാംക്ഷയാണ് കേരളം മുഴുവനുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും നിർണായകം. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനാണ് എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുന്നത്. മറ്റൊരു മണ്ഡലം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച ഏക മണ്ഡലം ആലപ്പുഴ. അതുകൊണ്ട് തന്നെ LDF അവിടെ പ്രതീക്ഷയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി തുടക്കം മുതൽ വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിനെ സംഘടനാ ചുമതല
ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ തന്നെ കളത്തിലിറക്കി ആലപ്പുഴ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നത്. UDF വളരെ ആത്മവിശ്വാസത്തിൽ തന്നെ അത്തരത്തിൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദമൊക്കെ ആലപ്പുഴയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PV അൻവറിന്റെ പ്രതികരണത്തോടുള്ള അതിന്റെ പ്രതിഷേധവും അതിന്റെ പ്രതികരണവുമൊക്കെ KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആലപ്പുഴ വളരെ ശ്രദ്ധേയമായ മണ്ഡലം തന്നെയാണ്. ഇവിടെ രണ്ട് മുന്നണികളും ഏറ്റവും ആവേശത്തോടുകൂടി പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രണ്ട് കേരള കോൺഗ്രസുകാർ മുഖാമുഖം പോരാടുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ കോട്ടയത്തിനും ഏറെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഓക്കെ, ലേബി സജീന്ദ്രനാണ് മധ്യ കേരളത്തിലെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം VS രഞ്ജിത്ത് വടക്കൻ കേരളത്തിൽ നിന്നും, TV പ്രസാദ് തെക്കൻ കേരളത്തിൽ നിന്നും. നമുക്ക്